ഇന്നും ഒരു കടൽ വിശേഷവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അടുപ്പിച്ചടുപ്പിച്ച് കടലിന്റെ വീഡിയോ തന്നെ സ്ഥിരമായി ചെയ്യുന്നതല്ല. തൊട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കടലിന്റെ വിശേഷം സംസാരിച്ചപ്പോൾ കിട്ടിയ ഒരു പോയിന്റാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കടലിന്റെ അടിത്തട്ടിലെ ജീവികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഭീമാകാരന്മാരായ ചില ജീവികളെ കുറിച്ച് പരാമർശം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കടലിന്റെ ഉപരിതലത്തിൽ ജീവിക്കുന്ന പല ജീവികളുടെയും അടിത്തട്ടിൽ ജീവിക്കുന്ന വളരെ അടുത്ത ബന്ധുക്കൾ ഭീമാകാരന്മാരാണെന്ന് കാണാം. ഉദാഹരണത്തിന് കണവ, ചിലതരം ഞണ്ടുകൾ, കൂന്തൽ എന്നിവ. എന്തുകൊണ്ടാണ് കടലിന്റെ അടിത്തട്ടിൽ താമസിക്കുന്ന ചിലതരം ജീവികൾ വളരെയധികം വലിപ്പമുള്ളവരായി തീരുന്നത്, ഭീമാകാരന്മാരായി കാണുന്നത് എന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടലിന്റെ മുകൾ പരപ്പിൽ നിന്ന് താഴേക്ക് പോകുന്തോറും, ആഴങ്ങളിലേക്ക് പോകുന്തോറും സ്ഥിതിഗതികൾ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് കടലിന്റെ മുകൾ തട്ടിൽ കാണപ്പെടുന്ന വെളിച്ചം താഴേക്ക് പോകുന്തോറും ഉണ്ടാവുകയില്ല. അതായത് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാണെന്ന് പറയാം. അതുപോലെ തന്നെ പ്രഷർ കൂടുതലായിരിക്കും, കൊടും തണുപ്പുമായിരിക്കും. ഇതോടൊപ്പമാണ് അവിടുത്തെ ജീവികളുടെയും പ്രത്യേകത. അടിത്തട്ടിലേക്ക് പോകുന്തോറും ചിലതരം ജീവികളുടെ, എല്ലാവരുടെയും മറ്റുമല്ല, എന്നാൽ പല ജീവികളുടെയും വലുപ്പം ഉപരിതലത്തിലുള്ള അവരുടെ ബന്ധുക്കളെക്കാൾ വളരെ വലുതാണെന്ന് കാണാം. ഓഷനോഗ്രഫി, സമുദ്രശാസ്ത്രം പഠിക്കുമ്പോൾ കടലിന്റെ മുകളിൽ നിന്നും താഴേക്ക് പോകുന്തോറും കടലിനെ പല വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് എപ്പിപെലാജിക് റീജിയൻ. ഇവിടെയാണ് ഒട്ടുമിക്ക ജീവജാലങ്ങളും താമസിക്കുന്നത്. സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഈ ഭാഗത്തായിരിക്കും. ആഹാര ലഭ്യത ഏറ്റവും കൂടുതൽ ഈ ഭാഗത്താണതുകൊണ്ട് തന്നെ ജീവജാലങ്ങളുടെയും ആധിക്യം കാണുന്നത് ഈ പ്രദേശത്ത് തന്നെയായിരിക്കും. വളരെയധികം വർണ്ണ വൈവിധ്യങ്ങളുള്ള പലതരം ജീവികളെ കാണാൻ പറ്റുന്ന ഒരേ ഒരിടം കടലിൽ എപ്പിപെലാജിക് റീജിയൻ ആണ്. മുകൾ പരപ്പിൽ നിന്നും ഏകദേശം 200 മീറ്റർ താഴ്ച വരെയാണ് എപ്പിപെലാജിക് റീജിയൻ കാണപ്പെടുന്നത്. ഇതിന് താഴേക്കാണ് അടുത്ത ഭാഗം വരുന്നത്. അതാണ് മീസോപെലാജിക് റീജിയൻ. 200 മുതൽ 1000 മീറ്റർ വരെ താഴ്ചയിലാണ് മീസോപെലാജിക് റീജിയൻ കാണപ്പെടുന്നത്. ഈ ഭാഗത്ത് വെളിച്ചത്തിന്റെ ലഭ്യത കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസ് കുറയും. എപ്പിപെലാജിക് ഭാഗത്ത് കാണപ്പെടുന്ന അത്രയും ജീവജാലങ്ങൾ മീസോപെലാജിക് ഏരിയയിൽ കാണുകയുമില്ല. മീസോപെലാജിക്കിന് താഴെ പിന്നെ തീർത്തും അന്ധകാരം തന്നെയാണ്. അപ്പൊ കടലിൽ വെളിച്ചം കിട്ടുന്ന ഭാഗം എന്ന് പറയുന്നത് മീസോപെലാജിക് റീജിയൻ വരെയാണ്. വെളിച്ചം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇല്ല എന്ന് ചോദിച്ചാൽ ഉണ്ട്, ചെറുതായിട്ടൊക്കെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ മീസോപെലാജിക് റീജിയൻ ട്വൈലൈറ്റ് സോൺ എന്നുകൂടി അറിയപ്പെടാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മീസോപെലാജിക് ഭാഗം കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് തീർത്തും അന്ധകാരമാണ്. 1000 മുതൽ 4000 മീറ്റർ താഴ്ച വരെയുള്ള ഭാഗത്തെ അറിയപ്പെടുന്നത് ബാത്തിപെലാജിക് റീജിയൻ എന്നാണ്. വെളിച്ചം തീർത്തുമില്ല, അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസ് നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ ജീവജാലങ്ങളുടെ എണ്ണത്തിലും കുറവുണ്ടാവും. ഈ ഭാഗത്ത് വെളിച്ചമില്ല എന്ന് പറഞ്ഞുകൂടാ, വെളിച്ചമുണ്ട്, പക്ഷെ അത് ജീവജാലങ്ങൾ പുറപ്പെടുവിക്കുന്ന ബയോലൂമിനിസൻസ് ആണെന്ന് മാത്രം. ആംഗ്ലർ ഫിഷോ അല്ലെങ്കിൽ കണവ പോലെയുള്ള ജീവജാലങ്ങൾ പുറപ്പെടുവിക്കുന്ന ബയോലൂമിനിസൻസ് ആണ് ഇവിടെയുള്ള വെളിച്ചം. കടലിന്റെ ആഴം ഇവിടെ കൊണ്ടും തീരുന്നില്ല. 4000 മുതൽ 6000 മീറ്റർ താഴ്ച വരെയുള്ള ഭാഗത്തിനെ വിളിക്കുന്നത് അബിസ്സോപെലാജിക് എന്നാണ് വിളിക്കുക. വെളിച്ചം ഇല്ല എന്ന് എടുത്തു പറയേണ്ട കാര്യമല്ലല്ലോ. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഭാഗത്തെ പ്രഷർ എന്ന് പറയുന്നത് ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ 600 മടങ്ങ് ആയിരിക്കും എന്നുള്ളതാണ്. 300 മില്യൺ സ്ക്വയർ കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ ഒരു എക്കോസിസ്റ്റമാണ് അബിസോപെലാജിക്. ഇത്രയും വിസ്തൃതിയുള്ള ഒരൊറ്റ എക്കോസിസ്റ്റം ഭൂമിയിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഇതുകൊണ്ടും കടലിന്റെ ആഴം തീരുന്നില്ല. 6000 മുതൽ 11000 മീറ്റർ താഴ്ച വരെയുള്ള ഭാഗം കടലിലുണ്ട്. ഇത് പക്ഷേ കിടങ്ങുകളോ അല്ലെങ്കിൽ ഗർത്തങ്ങളോ പോലെ വീതി കുറഞ്ഞ വി ഷേപ്പുള്ള ഭാഗങ്ങളായിട്ടാണ് പലപ്പോഴും കാണപ്പെടുന്നത്. കണ്ടുപിടിക്കപ്പെട്ടുള്ളതിൽ ഏറ്റവും വലിയ ആഴമേറിയ ഭാഗമാണ് പസഫിക് സമുദ്രത്തിലെ മരിയാന ട്രഞ്ച്. പക്ഷെ നമ്മളുടെ ചിന്തകളെയും യുക്തികളെയും എല്ലാം തകിടം മറിച്ചുകൊണ്ട് കടലിന്റെ ആഴമേറിയ ഭാഗങ്ങളിലും വെളിച്ചമില്ലാത്ത ആഴമേറിയ ഭാഗങ്ങളിലും ജീവന്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. എന്നാൽ കടലിന്റെ ഇരുണ്ട ഭാഗങ്ങളിൽ, ഇരുണ്ട ആഴങ്ങളിൽ കാണപ്പെടുന്ന പല ജീവികളും ഭീമാകാരന്മാരാണെന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കടലിന്റെ മുകൾ പരപ്പിൽ ഇവരുടെ ബന്ധുക്കളെക്കാൾ വളരെയധികം വലുപ്പമുള്ളവ. ഉദാഹരണത്തിന് ഭീമൻ ജാപ്പനീസ് ഞണ്ടുകൾ, ചുവന്ന ഭീമൻ ജെല്ലി ഫിഷ്, ഓർഫിഷ്, ജൈന്റ് സ്ക്വിഡ്, ഗ്രീൻലാൻഡ് ഷാർക്ക് എന്ന് തുടങ്ങി കടലിന്റെ മുകൾ പരപ്പിൽ താമസിക്കുന്ന പല ജീവികളുടെയും ഭീമാകാരന്മാരായ ബന്ധുക്കളാണ് അടിത്തട്ടിൽ കാണപ്പെടുന്നത്. ഈ അവസ്ഥ അറിയപ്പെടുന്നതാണ് ഡീപ് സീ ജൈഗാന്റിസം. പക്ഷെ ചോദ്യം എപ്പോഴും ബാക്കിയാണ്. വെളിച്ചം തീർത്തും ഇല്ലാത്ത അവസ്ഥയിൽ, ഫോട്ടോസിന്തസിസ് നടക്കാത്തത് കൊണ്ട് തന്നെ ആഹാരമില്ലാത്ത അവസ്ഥയിൽ, മറ്റ് ജീവജാലങ്ങൾ ഇല്ലാത്ത അവസ്ഥയിൽ എങ്ങനെ ചില ആളുകൾ മാത്രം ഭീമാകാരമായ രൂപം പ്രാപിക്കുന്നു? ഇവരെ ഇങ്ങനെ വളരാൻ സഹായിക്കുന്ന ഘടകം എന്താണ്? ജലപ്പരപ്പിന്റെ മുകളിൽ നിന്നും 400 മീറ്റർ താഴേക്ക് പോകുമ്പോൾ തന്നെ വെളിച്ചത്തിന്റെ ലഭ്യത കുറഞ്ഞു തുടങ്ങും. 1000 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ വെളിച്ചം തീരെയില്ലാതാനും. വെളിച്ചമില്ലാതെ ഫോട്ടോസിന്തസിസ് നടക്കാത്തത് കൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലുള്ള ജീവജാലങ്ങൾക്ക്, അതായത് 1000 മീറ്റർ താഴ്ചയിൽ താമസിക്കുന്ന ജീവജാലങ്ങളുടെ പ്രധാന ആഹാര ലഭ്യത എന്ന് പറയുന്നത് ആഴം കുറഞ്ഞ മുകൾ ഭാഗത്ത് നിന്നും താഴേക്ക് മുങ്ങിപ്പോകുന്ന ആഹാര അവശിഷ്ടങ്ങളാണെന്ന് മനസ്സിലാക്കണം. ഇതിനെ മറൈൻ സ്നോ എന്നാണ് വിദഗ്ധർ വിളിക്കുന്നത്.
കടലിന്റെ മുകൾ പരപ്പിൽ ജീവിക്കുന്ന ജീവികളുടെ ആഹാരാവശിഷ്ടങ്ങൾ, അവ ചത്തുപോയതിന്റെ അവശിഷ്ടങ്ങൾ, അവയുടെ വിസർജ്യ വസ്തുക്കൾ എന്നിവയെല്ലാം കടലിന്റെ അടിത്തട്ടിലേക്ക് സാവകാശം പെയ്തിറങ്ങുന്നതിനെ വിളിക്കുന്നതാണ് മറൈൻ സ്നോ. ഈ മറൈൻ സ്നോ ആണ് അടിത്തട്ടിലെ ജീവികളുടെ ആഹാരം. കടലിന്റെ അടിത്തട്ടിൽ വെളിച്ചം കുറവാണ് എന്നതുപോലെ തന്നെ അവിടുത്തെ ജീവജാലങ്ങളുടെ എണ്ണവും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ ആഹാര ശൃംഖല അത്ര വിശാലമായിരിക്കുകയില്ല. അടിത്തട്ടിൽ താമസിക്കുന്ന ഒട്ടുമിക്ക ജീവികളും മറൈൻ സ്നോയെ നേരിട്ട് ആശ്രയിക്കുകയല്ല ഭക്ഷണത്തിനായിട്ട്. പകരം മറൈൻ സ്നോയെ തിന്ന് ജീവിക്കുന്ന ജീവികളെ പിടിച്ചു തിന്നാണ് മിക്കവാറും കടലിലെ അടിത്തട്ടിലെ ജീവികൾ താമസിക്കുന്നത്. അതായത് ഒരു പ്രെഡേറ്റർ ലോകമാണ് കടലിന്റെ അടിത്തട്ട് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ആഹാര ശൃംഖലയിൽപ്പെട്ട മറ്റ് ജീവികളാൽ തങ്ങൾ പിടിച്ചു തിന്നപ്പെടാതിരിക്കണമെങ്കിൽ വലിപ്പം കൂട്ടുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു എവല്യൂഷണറി ടാക്ടിക്സ്. ഇതാണ് കടലിന്റെ അടിത്തട്ടിലെ ചില ജീവികൾക്ക് വലിപ്പം കൂടാനുള്ള ഒരു കാരണം. അതായത് ആഹാര ശൃംഖലയിൽ സ്വയം ഇരയാക്കപ്പെടാതിരിക്കണമെങ്കിൽ അവർ വേട്ടക്കാരായി മാറണമെന്നർത്ഥം. അതിനുള്ള ഒരു സൂത്രമാണ് വലിപ്പമേറിയ ശരീരം. ശരീരത്തിന്റെ വലിപ്പം കൂടിയിരിക്കുമ്പോൾ മറ്റ് ജീവികളാൽ ആക്രമിക്കപ്പെടുന്നതിനുള്ള സാധ്യത കുറയും. അപ്പൊ കടലിന്റെ അടിത്തട്ടിലെ ചില ജീവികളെങ്കിലും വലിപ്പം കൂടിയവരായി കാണപ്പെടാൻ, ഭീമാകാരന്മാരായി കാണപ്പെടുന്നത് അവിടുത്തെ ഒരു എവല്യൂഷണറി സ്ട്രാറ്റജിയാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. ഇത്തരത്തിലുള്ള മറൈൻ ജൈഗാന്റിസത്തിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ജൈന്റ് സ്ക്വിഡുകൾ. 2004 1000 മീറ്റർ താഴെ കടലിനടിയിൽ വെച്ചാണ് ആദ്യമായി ഒരു ജീവനുള്ള ജൈന്റ് സ്ക്വിഡിന്റെ ഫോട്ടോ ചിത്രീകരിക്കപ്പെടുന്നത്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ജൈന്റ് സ്ക്വിഡിൽ ഏറ്റവും വലുതിന് 13 മീറ്റർ നീളവും 275 കിലോ ഭാരവും ഉള്ളതാണ്. എന്നാൽ കടലിന്റെ മുകൾ പരപ്പിൽ എപ്പിപെലാജിക് റീജിയനിൽ കാണപ്പെടുന്ന പല സ്ക്വിഡുകൾക്കും കണവകൾക്കും ഏകദേശം 60 സെന്റിമീറ്റർ മാത്രമേ നീളമുള്ളൂ എന്ന് ഓർക്കും. എന്നാൽ ഇത് മാത്രമല്ല കടലിന്റെ അടിത്തട്ടിലെ ചില ജീവികൾക്ക് ശരീരത്തിന്റെ വലുപ്പം കൂടാനുള്ള കാരണം. ആഴക്കടലിൽ ആഹാര ലഭ്യത കുറവാണ് എന്നത് നേരത്തെ പറഞ്ഞു. ഈ ആഹാര ലഭ്യത കുറവിനെ മറികടക്കാനുള്ള ഒരു വഴിയാണ് ശരീരത്തിന് വലുപ്പം കൂട്ടിവെക്കുക എന്നുള്ളത്. എങ്ങനെയാണെന്നല്ലേ പറയാം. ഉദാഹരണത്തിന് കൊളോസൽ സ്ക്വിഡുകൾ. കടലിന്റെ അടിയിൽ 2000 മീറ്റർ താഴെ കാണപ്പെടുന്ന ജീവിക്കുന്ന ഇവർക്ക് നീളം 10 മീറ്ററേ ഉള്ളൂ എങ്കിലും തൂക്കം 500 മുതൽ 750 കിലോഗ്രാം വരെയാവും. ഭൂമിയിൽ ഇതുവരെ കണ്ടെത്തപ്പെട്ടുള്ളതിൽ ഏറ്റവും വലിയ നട്ടലില്ലാത്ത ജീവികൾ ഇൻവെർട്ടിബ്രേറ്റ് ആണ് കൊളോസൽ സ്ക്വിഡുകൾ. കടലിന്റെ അടിത്തട്ടിലെ ചില ജീവികൾക്ക് ഭീമാകാരമായ ശരീരമുണ്ടാവാനുള്ള മറ്റൊരു ശാസ്ത്രീയ വിശദീകരണം ക്ലീബേഴ്സ് ലോയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ക്ലീബേഴ്സ് ലോ സൂചിപ്പിക്കുന്നത് ഒരു ജീവിയുടെ മെറ്റബോളിക് റേറ്റ് ആ ജീവിയുടെ ശരീരത്തിന്റെ സർഫസ് ഏരിയ ബൈ വോളിയം റേഷ്യോയ്ക്ക് നേർ വിപരീതമായിരിക്കും, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും എന്നാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറഞ്ഞാൽ ശരീര വലുപ്പം കൂടിയ ഒരു ജീവിക്ക് വലിപ്പം കുറഞ്ഞ ജീവിയേക്കാൾ കുറഞ്ഞ മെറ്റബോളിക് റേറ്റ് ആയിരിക്കും ഉള്ളത് എന്നർത്ഥം. അതായത് ഒരു എലിയേക്കാൾ 1000 മടങ്ങ് ഭാരം കൂടുതലുള്ള ഒരു കുതിരയ്ക്ക് അയാളുടെ ശരീരപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അയാളുടെ ഊർജ്ജാവശ്യത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് 1000 മടങ്ങ് ഊർജ്ജം ആവശ്യമില്ല എന്നർത്ഥം. അതായത് ശരീരത്തിന് വലുപ്പം കൂടുന്തോറും മെറ്റബോളിക് റേറ്റ് കുറയും അല്ലെങ്കിൽ ഊർജ്ജ ഉപഭോഗം കുറയും. നമ്മുടെ ധാരണ ഒരുപക്ഷെ നേരെ തിരിച്ചായിരിക്കും. ശരീരത്തിന് വലുപ്പം കൂടിയ ആൾക്ക് ഊർജ്ജത്തിന്റെ ആവശ്യം കൂടുതലുണ്ട് അല്ലെങ്കിൽ അയാൾ കൂടുതലും ഊർജ്ജം ചെലവഴിക്കുന്നു എന്നാണ് നമ്മൾ ധരിക്കുക. എന്നാൽ അങ്ങനെയല്ല, തിരിച്ചാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ശരീരത്തിന് വലുപ്പം കൂടിയ ഒരു ജീവിക്ക് ഊർജ്ജ ഉപഭോഗം വലുപ്പം കുറഞ്ഞ ജീവിയേക്കാൾ കുറഞ്ഞ അളവിലും ലഭ്യതയിലും മതിയാവും എന്നർത്ഥം. അതാണ് ക്ലീബേഴ്സ് ലോ പറയുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഊർജ്ജ ഉപഭോഗത്തിൽ വലുപ്പമേറിയ ജീവികൾ ചെറിയ ജീവികളെക്കാൾ കൂടുതൽ കാര്യക്ഷമതയുള്ളവരാണ്. അവർക്ക് കൂടുതൽ ഊർജ്ജം ഉള്ളിൽ ശേഖരിച്ച് വെക്കാൻ പറ്റും എന്നർത്ഥം. നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ 10 മീറ്റർ നീളവും 500 മുതൽ 750 കിലോ വരെ ഭാരവുമുള്ള കൊളോസൽ സ്ക്വിഡ്. ഈ സ്ക്വിഡിന് ജീവിക്കാൻ ഒരു ദിവസം 45 കാലറി ഊർജ്ജം മാത്രം മതി. ഇത്രയും ഊർജ്ജം കിട്ടാൻ ആ ജീവിക്ക് 0.03 കിലോഗ്രാം ഭക്ഷണം കഴിച്ചാൽ മതി ഒരു ദിവസം. 500 കിലോഗ്രാം തൂക്കമുള്ള ഒരു കൊളോസൽ സ്ക്വിഡിന് 200 ദിവസത്തേക്ക് ഒരു ടൂത്ത് ഫിഷ് എന്ന മത്സ്യത്തെ കഴിച്ചാൽ മതി. അത്ര മാത്രമേ ഉള്ളൂ അവരുടെ ഊർജ്ജ ഉപഭോഗം. അപ്പൊ കടലിലെ ആഹാര ലഭ്യത കുറവ് എന്ന അവസ്ഥ മറികടക്കാനുള്ള ഒരു വഴിയാണ്, ഒരു എവല്യൂഷണറി തന്ത്രമാണ്, ഒരു പരിണാമ തന്ത്രമാണ് ശരീരത്തിന്റെ വലിപ്പം കൂട്ടിവെക്കുക എന്നുള്ളത്. ഭീമാകാരനാണെങ്കിലും കൊളോസൽ സ്ക്വിഡ് അത്ര ആക്റ്റീവായിട്ടുള്ള ഒരു പ്രെഡേറ്റർ അല്ല. അതായത് മറ്റു ജീവികളെ ഓടിച്ചിട്ട് വേട്ടയാടി പിടിച്ചു തിന്നുന്ന ഒരു ജീവിയല്ല. അങ്ങനെ വരുമ്പോഴും ഊർജ്ജ ഉപഭോഗം കൂടും. ഊർജ്ജ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശരീര വലിപ്പം കൂടുന്നത്. അതുകൊണ്ട് തന്നെ കൊളോസൽ സ്ക്വിഡ് എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിസ്റ്റിക് ഹണ്ടർ ആണെന്ന് പറയാം, പ്രെഡേറ്റർ ആണെന്ന് പറയാം. തൊട്ടു മുന്നിൽ വളരെ പെട്ടെന്ന് പിടിക്കാവുന്ന അവസ്ഥയിൽ ഒരു ഇര വന്നെങ്കിൽ മാത്രമേ കൊളോസൽ സ്ക്വിഡ് ഇര പിടിക്കുകയുള്ളൂ. പക്ഷേ കൊളോസൽ സ്ക്വിഡിന് വലിയ കണ്ണുകളാണുള്ളത്. ഇത് അവരുടെ ഇരകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയല്ല, നേരെ മറിച്ച് അവരുടെ വേട്ടക്കാരനെ കണ്ടുപിടിച്ച് അവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതാണെന്നാണ് രസകരമായ കാര്യം. പ്രത്യേകിച്ചും സ്പേം വെയിൽ. കൊളോസൽ സ്ക്വിഡിന്റെ ഒരു വലിയ ശത്രുവാണ് സ്പേം വെയിൽ. അപ്പോൾ ആഴക്കടലിലെ ആഹാര ലഭ്യത കുറവും അതുപോലെ തന്നെ പ്രെഡേറ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുമാണ് ആഴക്കടലിലെ ചില ജീവികളെങ്കിലും ശരീരത്തിന് വലിപ്പം കൂട്ടി ഭീമാകാരമായിരിക്കാൻ കാരണം. എന്നാൽ ഇത് മാത്രമല്ല, ആഴക്കടലിലെ കൊടും തണുപ്പും ചില ജീവികളിലെ ശരീരത്തിന് വലിപ്പം കൂട്ടാനുള്ള ഒരു കാരണമാണ്. നിങ്ങളുടെ പക്ഷേ പല ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും.
പോളാർ ബെയറിന്, അതായത് ധ്രുവ പ്രദേശങ്ങളിൽ കാണുന്ന കരടികൾക്ക് സാധാരണ ട്രോപ്പിക്കൽ റീജിയനിൽ കാണപ്പെടുന്ന കരടികളെക്കാൾ വലിപ്പം കൂടുതലാണ്. ഇതറിയപ്പെടുന്നത് ബെർഗ്മാൻസ് റൂൾ എന്നാണ്. എന്നാൽ ബെർഗ്മാൻസ് റൂൾ പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നത് നട്ടലുള്ള അല്ലെങ്കിൽ അസ്ഥിവ്യൂഹമുള്ള ജീവികളുമായിട്ടാണ്. എന്നാൽ പലപ്പോഴും അസ്ഥിവ്യൂഹമില്ലാത്ത ഇൻവെർട്ടിബ്രേറ്റുകളുടെ കാര്യത്തിലും ബെർഗ്മാൻസ് റൂൾ ആപ്ലിക്കബിൾ ആണെന്ന് നമുക്ക് കാണാം. ഇത് ശാസ്ത്രീയമായി വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ ഉള്ള വിഷയമാണ്. ഇരുന്നാലും ഞണ്ടുകൾ, സ്ക്വിഡുകൾ, ആംഫിപോഡുകൾ, ഈ പറയപ്പെട്ടവയെല്ലാം നട്ടലില്ലാത്ത ജീവികളാണ്. ഇത്തരം ജീവികളെല്ലാം കൊടും തണുപ്പുള്ള കടലിന്റെ ആഴഭാഗങ്ങളിൽ, കൊടും തണുപ്പുള്ള പ്രദേശങ്ങളിൽ ശരീരത്തിന് വലുപ്പം കൂടുതലാണെന്ന് കാണാം. നമ്മൾ ഇപ്പോൾ സംസാരിച്ച ജീവജാലങ്ങളെല്ലാം കടലിന്റെ അടിത്തട്ടിൽ 200 മുതൽ 4000 മീറ്റർ വരെ താഴ്ചയിൽ കാണപ്പെടുന്നവ മാത്രമാണ്. കടലിന് ആഴം ഇനിയുമുണ്ട്, അവിടെയെല്ലാം താമസിക്കുന്ന ജീവികളുമുണ്ട്. കടലാഴത്തിൽ 6000 മുതൽ 11000 മീറ്റർ വരെ ആകുമ്പോൾ അവിടെ വെള്ളത്തിന്റെ താപം എന്ന് പറയുന്നത് 4 മുതൽ 1 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. എന്നാൽ പ്രഷർ ആവട്ടെ ഉപരിതലത്തിൽ കാണപ്പെടുന്നതിനേക്കാൾ 1100 മടങ്ങ് അധികവുമായിരിക്കും. ഈ ഭാഗങ്ങളിലേക്ക് മറൈൻ സ്നോ എത്തുകയുമില്ല. കടലിന്റെ ഉപരിതലത്തിൽ താമസിക്കുന്ന ജീവികളുടെ ഉച്ഛിഷ്ടവും അവശിഷ്ടങ്ങളുമാണ് മറൈൻ സ്നോ എന്ന കാര്യം ഓർക്കുമല്ലോ. ഈ മറൈൻ സ്നോയുടെ 90% 1000 മുതൽ 4000 മീറ്റർ ആഴത്തിൽ വെച്ച് തന്നെ മറ്റ് ജീവജാലങ്ങൾ ഭക്ഷിച്ചിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഏറ്റവും അടിത്തട്ടിലേക്ക് 6000 മുതൽ 11000 മീറ്റർ വരെ എത്തുമ്പോൾ മറൈൻ സ്നോയുടെ ലഭ്യത തീർത്തും ഇല്ല എന്ന് തന്നെ പറയാം. ഇത്രയും ആഴത്തിൽ ജീവികൾക്ക് താമസിക്കാൻ പറ്റുകയില്ല എന്ന് തന്നെയായിരിക്കും നമ്മൾ ധരിക്കുക. എന്നാൽ ഈ ഭാഗങ്ങളിൽ ഐസോപോഡുകൾ എന്ന ഒരിനം വലിയ ജീവികളെ കാണാൻ പറ്റും. ആഴം കുറഞ്ഞ കടൽ ഭാഗങ്ങളിൽ ഇവരുടെ ബന്ധുക്കളുടെ വലിപ്പം 5 മുതൽ 20 മില്ലിമീറ്റർ വരെയാണെങ്കിൽ ആഴക്കടലിൽ കാണപ്പെടുന്ന ഐസോപോഡുകളുടെ വലിപ്പം 34 സെന്റിമീറ്റർ വരെയാണ്. ഏകദേശം ഒരു ഗിനിപ്പന്തിന്റെ വലിപ്പം. അലിസെല്ല ജൈഗാൻറ്റി എന്നാണ് ഈ ഭീമാകാരൻ ആംഫിപോഡിന്റെ പേര്. കടലിന്റെ അടിത്തട്ടിൽ കാണുന്ന ജീർണിക്കുന്ന എന്ത് വസ്തുക്കളും തിന്ന് ജീവിക്കുന്ന സ്കാവഞ്ചേഴ്സ് ആണ് ഐസോപോഡുകൾ എന്ന് പറയാം. എന്ന് മാത്രമല്ല, ആഹാരത്തിന് വേണ്ടി കിലോമീറ്ററുകൾ സഞ്ചരിക്കാനും അതുപോലെ തന്നെ 5 വർഷത്തോളം ആഹാരമില്ലാതെ ജീവിക്കാനും ഇവർക്ക് സാധിക്കും. അപ്പോൾ കടലിന്റെ അടിത്തട്ടിൽ ചുരുക്കം ചില ജീവികൾക്കെങ്കിലും എന്തുകൊണ്ട് ശരീര വലുപ്പം കൂടിയിരിക്കുന്നുവെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഭക്ഷണത്തിന്റെ ലഭ്യതക്കുറവ് എന്ന പ്രശ്നം മറികടക്കുക, ആഹാര ശൃംഖലയിൽ ഇരകളാക്കപ്പെടാതിരിക്കുക, പാരിസ്ഥിതിക ചുറ്റുപാടിനോട് ഇണങ്ങുക എന്നിങ്ങനെയുള്ള പരിണാമപരമായ ചില സൂത്രങ്ങളാണ് ചില ജീവികളെങ്കിലും കടലിന്റെ അടിത്തട്ടിൽ ഭീമാകാരമായ രൂപം കൊണ്ടിരിക്കാൻ കാരണം. എന്തുകൊണ്ട് കടലിന്റെ അടിത്തട്ടിൽ താമസിക്കുന്ന ചില ആൾക്കാർക്ക് മാത്രം ഇങ്ങനെയൊരു മേൽക്കൈ അല്ലെങ്കിൽ ഇങ്ങനെയൊരു നേട്ടം എന്നതിനെക്കുറിച്ച് ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടുകൂടി തന്നെ തർക്കങ്ങളും വിമർശനങ്ങളും എല്ലാം സ്വാഭാവികമായിട്ടും ഉണ്ട് താനും. തർക്കവും വിമർശനവും വാഗ്വാദവും പഠനവും എല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും പ്രകൃതിയിലെ മറ്റ് പല ഭാഗത്തും ഉള്ള ജീവികൾ അനുഭവിക്കുന്നത് പോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ആഴക്കടൽ അല്ലെങ്കിൽ കടലിന്റെ അടിത്തട്ടിലെ ജീവികളും നേരിടുന്നുണ്ട്. അമിതമായ മത്സ്യബന്ധനം, പ്ലാസ്റ്റിക് കൊണ്ടുള്ള പൊല്യൂഷൻ, കാലാവസ്ഥാ മാറ്റം, ആഴക്കടൽ ഖനനം എന്നിവയെല്ലാം സമുദ്രത്തിന്റെ രാസഘടനയിലും ഭൗതിക ഘടനയിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. കാണുമ്പോൾ വിചിത്ര രൂപികളായിട്ടും ചിലപ്പോൾ അന്യഗ്രഹ ജീവികളെ പോലെയൊക്കെ തോന്നുമെങ്കിലും ഇവരും നമ്മുടെ ഭൂമിയുടെ ഭാഗം തന്നെയാണ്. മാത്രമല്ല ആഴക്കടലിലും അവിടുത്തെ ജീവജാലങ്ങളും എങ്ങനെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കിന്നും അറിയുകയുമില്ല. ആഴക്കടലും അവിടുത്തെ ജീവികളും നമ്മളുമായിട്ടും നമ്മൾ തിരിച്ചവരോടും ഒരുപോലെ ബന്ധപ്പെട്ടിരിക്കുന്നു, പരസ്പര പൂരകങ്ങളാണ് എന്ന് ശാസ്ത്രജ്ഞർ ഉറച്ചു വിശ്വസിക്കുന്നു. ഓഷൻ എക്കോസിസ്റ്റവും ടെറസ്ട്രിയൽ എക്കോസിസ്റ്റവും തമ്മിൽ എങ്ങനെയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെയും സൗരയൂഥത്തിന്റെയും പുറത്ത് ജീവൻ ഉണ്ടോ എന്ന് തിരക്കുന്ന നമ്മൾ മനുഷ്യർ നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ നമ്മുടെ മൂക്കിന് താഴെ അല്ലെങ്കിൽ നമ്മുടെ കാൽച്ചുവട്ടിൽ ഉള്ള മുഴുവൻ ജീവജാലങ്ങളെയും പരിസ്ഥിതിയെക്കുറിച്ചും ഇപ്പോഴും മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ചുരുക്കി പറഞ്ഞാൽ കടലിന്റെ അഗാധമായ ആഴങ്ങളിൽ ജീവിക്കുന്ന ചില ജീവികളെങ്കിലും ഭീമാകാരമായ ശരീരവലുപ്പം ഉള്ളവരാണ്. കടലിന്റെ അടിത്തട്ടിൽ താമസിക്കുന്ന ജീവികൾക്ക് അല്ലെങ്കിൽ ആഴക്കടൽ ജീവികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ബാധകമാവുന്നില്ല എങ്കിലും ഡീപ് സീ ജൈഗാന്റിസം എന്നത് ഒരു സത്യം തന്നെയാണ്. മറ്റു വിശേഷങ്ങളും കൗതുകങ്ങളുമായി ഇനി ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.